തിരുവനന്തപുരം DCC പ്രസിഡന്റും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ പാലോട് രവി തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണം എങ്ങനെ ലീക്കായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും നമ്മുടെ നാട്ടിലെ ടെലിവിഷൻ ചാനലുകളൊക്കെ അത് വലിയൊരു വാർത്തയാക്കിച്ചു. പിന്നെ പത്രങ്ങളിലും ഈ വാർത്ത വന്നു. അപ്പോൾ ഈ പാലോട് രവി പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാലോട് പറയുന്നത് കോൺഗ്രസിൻ്റെ കാര്യം വലിയ അധോഗതിയാണ്. വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ നിലം തൊടുകയില്ല, നമ്മൾ ഉച്ചകുത്തി വീഴും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉച്ച കുത്തുന്നല്ല, ഉച്ചി, അതായത് നെറുകന്തലയും കുത്തി കോൺഗ്രസ് വീഴും, അഥവാ UDF വീഴും. കാരണം പാർട്ടിക്കാർ പ്രവർത്തിക്കുന്നില്ല, കമ്മിറ്റികളില്ല, പാർട്ടി സംഘടന വളരെ ശിഥിലമായിരിക്കും, പിന്നെ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ജയസാധ്യത വളരെ കുറവാണ്. പിന്നെ പണമില്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല. ഇങ്ങനെ പരമ പ്രശ്നത്തിൽ കൂടിയാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യം വലിയ കഷ്ടമാണ്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതൊക്കെ തന്നെ ആവർത്തിക്കും എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. അത് പൊതുവേ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ ക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പാലോട് രവി പറഞ്ഞ സത്യമാണെങ്കിൽ പോലും പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. പറയാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് DCC പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരാൾ പാർട്ടി ജയിക്കുമെന്ന് മാത്രമേ പറയാവൂ. പാർട്ടി തോറ്റു കഴിഞ്ഞാലും നമ്മൾ ജയിച്ചു എന്ന് പറയാവൂ. പക്ഷേ ഇദ്ദേഹം അത് പറഞ്ഞു. ഇനി ഇദ്ദേഹം പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ, ഇതിൽ പതിരാണോ കതിരാണോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. മറുഭാഗത്ത് CPM ആണ്. അവരുടെ സംഘടനാ സംവിധാനം ഗംഭീരമാണ്. അവർക്ക് നിരവധി പ്രവർത്തകരുണ്ട്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. സമുദായ സംഘടനകളുമായിട്ട് അവർക്ക് ഇണങ്ങിയും പിണങ്ങിയും നല്ല ബന്ധമുണ്ട്. കാര്യം നടത്തിയെടുക്കാൻ പ്രാപ്തിയുള്ള നേതൃത്വമുണ്ട്. പിന്നെ മറുഭാഗത്ത് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും BJP ശക്തമാണ്. ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്തെത്തി. ആറ്റിങ്ങലിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ മുന്നേറ്റമൊക്കെ BJPക്ക് പറ്റി. ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ BJPക്ക് വലിയ സ്വാധീനമായി. അത് രവി ഭംഗേന്ദ്രനെ പറയുന്നുണ്ട്. നായന്മാരെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് BJP ആയി. ഈഴവരുടെ ഇടയിലും BJP വലിയ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. തിരുവനന്തപുരം പോലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടത്തിയാൽ എന്ത് സംഭവിക്കും? കോർപ്പറേഷനിലേക്ക് ആര് ജയിക്കും? കോർപ്പറേഷനിൽ ഇപ്പം തന്നെ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്, ദയനീയമായ 3ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് BJP ആണ്, 1ാം സ്ഥാനത്ത് LDF ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ നേതാക്കന്മാർക്ക് ഇതിനെപ്പറ്റി വല്ല ചിന്തയുണ്ടോ? അതുമില്ല. പോട്ടെ, പാലോട് രവിക്ക് തന്നെ എന്തെങ്കിലും ചിന്തയുണ്ടോ? ഇല്ല. പുള്ളിയാണ് നമ്മളൊരു പൊതുപരിപാടിയിൽ ദേശീയഗാനം പാടുന്നത് കേട്ടത്. പുള്ളിക്ക് ദേശീയഗാനം പോലും തെറ്റുകൂടാതെ പാടാനറിയാൻ പാടാത്ത ആളാണ് ശ്രീ പാലോട് രവി. അദ്ദേഹമാണ് കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇനി വിജയ സോപാനത്തിലേക്ക് നയിക്കണം, അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറയും. പുള്ളി തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ പണിഞ്ഞ പണിയെന്തായിരുന്നു? പിന്നെ മറ്റൊരു പ്രമുഖ നേതാവ് എന്ന് പറയുന്നത് VS ശിവകുമാറാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? പുള്ളി മന്ത്രിയായിരുന്നപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? പുള്ളിയുടെ ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെയായിരുന്നു? പുള്ളിക്ക് പാർട്ടിക്കകത്ത് എന്തൊരു പിന്തുണയുണ്ട്? പുള്ളിക്ക് വിരോധികൾ എത്രയുണ്ട്? സുഹൃത്തുക്കൾ എത്രയുണ്ട്? ശത്രുക്കൾ എത്രയുണ്ട്? പുള്ളി ഈ പാർട്ടിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കറങ്ങിപ്പോവും. അപ്പോൾ എല്ലാ നേതാക്കന്മാരും പരസ്പരം കുറ്റപ്പെടുത്തുകയും ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും കൊള്ളരാത്തവരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. പിന്നെ കോൺഗ്രസ് പാർട്ടി എങ്ങനെ രക്ഷപ്പെടും? ഈ 14 MLA-മാരെ തിരഞ്ഞെടുത്ത് വിടേണ്ട ജോലിയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അവിടെ കോൺഗ്രസ്സിന് പരമാവധി സീറ്റ് പിടിക്കാൻ പറ്റണം. ഇപ്പോഴത്തെ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ എത്ര MLA-മാരെ ജയിപ്പിക്കാൻ പറ്റും? കോവളത്ത് വിൻസെൻ്റ് ഒരുപക്ഷെ ജയിക്കുമായിരിക്കും, മിക്കവാറും ജയിക്കും. വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബാക്കി 12 സീറ്റിൽ എന്ത് സംഭവിക്കും? അതിൽ LDF എത്രണ്ണം പിടിക്കും? അഥവാ BJP എത്രണ്ണം കൊണ്ടുപോകും? ഇതൊക്കെ വലിയ ചോദ്യങ്ങളല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം പാലോട് രവി തന്നെ പറയുന്നത് നമുക്ക് ജയിക്കാൻ ഒരു സാധ്യതയില്ല, നമ്മൾ ഉച്ചയും കുത്തി വീഴും എന്നാണ്. ഇത് പാലോട് രവിയുടെ മാത്രം അഭിപ്രായമല്ല. മിക്കവാറും എല്ലാ DCC-കളുടെ സ്ഥിതി ഇത് തന്നെയാണ്. അവർ ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സംസ്ഥാനത്ത് ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് ശരിയാണ്. കോൺഗ്രസ്സുകാരൊന്നും ചെയ്തില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികൾ മതിലിൽ പേരെഴുതി വെച്ചിട്ട് വീട്ടിലിരുന്നാലും ആളുകൾ ഇവരെ തട്ടി വിളിച്ച് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച്
ചെന്നിത്തലയാണെങ്കിൽ ചെന്നിത്തല, സതീശനാണെങ്കിൽ സതീശനെ, ഇനി വേണുവാണെങ്കിൽ വേണുവിനെ അവിടെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി സത്യപ്രതിജ്ഞ ചെയ്യിച്ച് മുഖ്യമന്ത്രിയുടെ കസേരയിൽ കൊണ്ടിരുത്തും. ആ നിലയിലുള്ള ഒരു വലിയ വിപരീത വികാരം ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചുണ്ട്. അത് മാത്രമാണ് സത്യത്തിൽ ഇവരുടെ ഒരു മൂലധനം. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജയിക്കും എന്നുള്ളതാണ്. പക്ഷേ പാലോട് രവിയെ പോലെ VS ശിവകുമാറിനെ പോലെയുള്ള നേതാക്കന്മാരുള്ളപ്പോൾ അതുപോലും നടക്കുകയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് തിരുവനന്തപുരത്ത് മാത്രം കാര്യമില്ല, കൊല്ലത്ത് ഇതിനേക്കാൾ കഷ്ടമാണ്, ആലപ്പുഴയിലെ അതിനേക്കാൾ കഷ്ടമാണ്. മിക്കവാറും എല്ലാ ജില്ലകളിലും സ്ഥിതി ഇത് തന്നെയാണ്. കരുണാകരൻ്റെ തട്ടകമായിരുന്ന തൃശ്ശൂർ എന്താ അവസ്ഥ? എത്രയോ കാലമായി തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. MK രാഘവൻ നിന്ന പാർലമെൻറ്റിലേക്ക്, അല്ലെങ്കിൽ വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോ K മുരളീധരനോ അതല്ല ഇനി ഷാഫി പറമ്പിലോ നിന്നാൽ ജയിക്കും. പക്ഷേ നിയമസഭയിലേക്ക് ആരും ജയിക്കില്ല. നിയമസഭയിലേക്ക് ലീഗുകാരി ജയിക്കും, കോൺഗ്രസ്സുകാരി ജയിക്കില്ല. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ വോട്ട് വരുമ്പോൾ അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കോൺഗ്രസ്സിനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കാത്തത്. പിന്നെ സ്വീകാര്യതയുള്ള നേതാക്കന്മാരില്ല, നല്ല സ്ഥാനാർത്ഥികളില്ല. അങ്ങനെ നിരവധി പരാധീനതകളിലൂടെയാണ് ഈ പാർട്ടി കടന്നു പോകുന്നത്. അപ്പോൾ പാലോട് രവി പാർട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണെങ്കിലും അല്ലെങ്കിലും അല്ലെന്ന് തന്നെ വിചാരിക്കാം, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ് എങ്കിൽ പോലും പുള്ളി പറഞ്ഞത് പരമാർത്ഥമാണ്. കോൺഗ്രസിൻ്റെ അവസ്ഥ സംസ്ഥാനത്ത് വളരെ കഷ്ടത്തിലാണ്. ഇപ്പോൾ K സുധാകരൻ മാറി സണ്ണി ജോസഫ് വന്നുകൊണ്ട് മാത്രം ഒരു വിപ്ലവം ഇവിടെ നടക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഒരു മേന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്കും അറിയാം, കോൺഗ്രസ്സുകാരെക്കാൾ നന്നായിട്ട് മറ്റു പാർട്ടിക്കാർക്കും അറിയാം. അതാണ് അതിനകത്ത് ഏക പ്രശ്നം. അപ്പോൾ ഏതായാലും സത്യം തുറന്നു പറഞ്ഞ പാലോട് രവിയെ നമുക്ക് അഭിനന്ദിച്ചാൽ മതിയാവുള്ളൂ. അദ്ദേഹത്തെ പോലെ ബാക്കി DCC പ്രസിഡന്റുമാരും കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.